ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മുടെ ഫ്രണ്ടിലോട്ട്, അതിലോട്ട് ഈ നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ലൈനിങ് ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ഫ്രണ്ട് വശം ആ ലൈനിങ്ങിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ നല്ല വശം ഫ്രണ്ടിലായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് നമ്മുടെ ഫ്രണ്ടിലോട്ട്, നമ്മുടെ മുന്നിലോട്ടിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. അതിന് മുകളിലായിട്ട് നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ഫ്രണ്ട് വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ അരികിലൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ തട്ടാണ്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. സ്റ്റിച്ചിൽ തട്ടാതെ ഇങ്ങനെ ഇടയിൽ ഓരോ കട്ടിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മളിത് മറിച്ച് കൊടുക്കുന്ന സമയത്ത് നെക്കൊന്ന് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടുതൽ ലൈനിങ് ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് തുമ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ നെക്ക് നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടണമെങ്കിൽ നമ്മളങ്ങനെ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ അരികിലൂടെ സ്റ്റിച്ചിങ് ഒന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടുത്തെ സ്റ്റിച്ചിങ് വേണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ നെക്കിൻ്റെ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിലേക്കുള്ളതും ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ട് നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്കും സിബ് വയ്ക്കുന്ന സൈഡില്ലേ അത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ സിബ് വയ്ക്കുന്ന അവിടെയല്ലേ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ സിബ് വയ്ക്കാനുള്ള അവിടെയും ഒരു 1/4 ഇഞ്ചിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ നെക്കിൻ്റെ അവിടെയും ഈ സൈഡിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ തന്നെ ഇടയിൽ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇടയിൽ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. അപ്പം എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ മറിച്ച് കൊടുക്കുക. മറിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു മൂല സൈഡൊക്കെ ഉണ്ടാവില്ല, കോൺ പോലെയൊക്കെ, അവിടേക്കൊന്ന് എന്തെങ്കിലും ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലും കൊണ്ട് ഒന്നിങ്ങനെ കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെയും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ മറിച്ച് കൊടുത്തിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിലും എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് നേരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അരികിലൂടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ബാക്കിലേക്കുള്ള ഒരു പീസാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്കുള്ള അടുത്ത പീസ് ഉണ്ടല്ലോ, ബാക്കിൽ 2 എണ്ണം വരുമല്ലോ, ഇപ്പുറത്തെ സൈഡും അങ്ങനെ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ അപ്പുറത്തോട്ടുള്ളതും ചെയ്തെടുക്കുക. ഇതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ 2ഉം അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിൽ സിബ് വെച്ച് കൊടുക്കണം.
അപ്പോൾ സിബ് വന്ന് നിൽക്കണ അവിടം വരെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടം വരെയാണ് സിബ് വരിക. അപ്പോൾ അവിടെ ഒന്ന് ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സിബ് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പം സിബ് കുറച്ച് താഴത്തോട്ടാക്കി കൊടുത്തിട്ട് സിബിൻ്റെ ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുക്കുക. ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ? നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നേരെ ചിലപ്പോൾ പറയാൻ കിട്ടില്ല. എന്താ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് ബാക്കിലോട്ടാണ് മടക്കി കൊടുത്തിരിക്കുന്നത്. മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലോണം അരികിലൂടെ വേണം ഇങ്ങോട്ട് ചേർത്തിട്ട് സിബിനോട് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതിന് വന്നിട്ട് ഒരു സൈഡുള്ള ബൂട്ടൊക്കെ ഇടും. എന്താണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവമില്ലേ, ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒരെണ്ണമായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സിബ് വയ്ക്കുക. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ആ സിബിൻ്റെ പല്ലുകളില്ലേ, അതിൽ തട്ടണ്ട. പക്ഷെ അതിനോട് ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നോക്കുക എങ്ങനെ ചെയ്യണതെന്ന്. അപ്പം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. അതിൻ്റെ എങ്ങനെ മറിച്ചിട്ട് വയ്ക്കണം. മറിച്ചിട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ സിബ് ഇട്ട് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ടുള്ള സിബില്ലേ, അതിനെ ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് ഇതെങ്ങനെ ഏറ്റവും മുകൾ വശം ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അതിൻ്റെ നല്ല വശത്താണ് നമ്മൾ ചെയ്യണത്. ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ചെയ്യണത്. അപ്പോൾ ഉള്ളിലോട്ട് ആ സിബിൻ്റെ മുകൾ വശം ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്തിലോട്ട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ആ സിബിൻ്റെ അരികിലൂടെ നമ്മൾ സിബ് വെച്ചിട്ട് ആ സിബിൻ്റെ പല്ലില്ലേ, ആ പല്ലിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ശരിക്കും ഉള്ളതിന് കണ്ടാൽ നിങ്ങൾ കാണുമ്പോൾ അറിയും. എനിക്ക് നേരെ ക്ലിയർ ആയിട്ട് പറയാൻ കിട്ടണില്ല. നിങ്ങൾ കാണുമ്പോൾ അറിയില്ല. അങ്ങനെ നമ്മൾ കറക്റ്റുള്ള സിബിനെ ഇതിനോട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സിബ് ഒന്ന് ഇട്ട് കൊടുക്കാം. സിബ് ഇട്ട് കൊടുക്കുക. അത് തിരിഞ്ഞ് കിടക്കണം. ആ സിബിനെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അതൊന്ന് ഉള്ളിലോട്ടാക്കിയത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുത്താൽ അത് കറക്റ്റാവും. തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുത്ത് കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് സിബ് ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സിബ് ചെയ്തെടുക്കാറ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിൽ കൂടിയും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറിച്ച് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം അരികു വശവും ആം ഹോളിൻ്റെ അവിടെയും എല്ലാ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ക്ലോത്തും മറ്റേ നെറ്റ് ക്ലോത്തും രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ബാലൻസ് പീസൊക്കെ ഇല്ല ലൈനിങ്ങിൻ്റെ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യുക. താഴ്വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇത് ചെയ്തു. ഇനി നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ ഇത്രയാണ് ചെയ്തത്. നെക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെയും സൈഡും ലൈനിങ് ക്ലോത്തും നെറ്റ് ക്ലോത്തും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ലൈനിങ് ബാലൻസ് പീസൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതേപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് തിരിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് നിവർത്തി കൊടുക്കുക. അതിന് നിവർത്തി കൊടുത്തിട്ട്
ഒരു പതിച്ചുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ അടിയിലത്തെ തയ്യൽ തുമ്പി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊരു സൈഡിലോട്ടാക്കിയിട്ട് ആ സൈഡിൽ കൂടെ തന്നെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതേപോലെ നമുക്ക് ഇപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്യാം. ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് കാണും കൂടി ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിലും അത് കാണും കൂടി ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക, ഇത് തിരിച്ച് ഇങ്ങോട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതിൽ കൂടി ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി അത് നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ അടിയിലെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഏത് സൈഡിലോട്ടാണോ ആക്കിയിരിക്കുന്നത് ആ സൈഡിലൂടെ വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തു, പതിച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ആം ഹോളിൻ്റെ അവിടെ എക്സ്ട്രാ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കറക്റ്റാക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നെറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ട് നെറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഈ നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശമില്ലേ, അത് ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് നിൽക്കുള്ളൂ മറിച്ച് കൊടുക്കുമ്പോൾ. അതിനാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ മെയിൻ ക്ലോത്തിൻ്റെ നെറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ അരികിലൂടെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇടയിലിടയിൽ ഓരോ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ ഇപ്പം നെറ്റിൻ്റെ നല്ല സൈഡും അതേപോലെ ലൈനിങ്ങിൻ്റെ നല്ല സൈഡും ഒരുമിച്ച് വരും. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ട് നെറ്റിൻ്റെ നല്ല സൈഡ് ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളങ്ങനെ മറിച്ച് കൊടുത്തില്ലേ, മറിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല കറക്റ്റാക്കി പിടിക്കുക, നല്ല ലെവലാക്കി കൊടുക്കുക. നെറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഇങ്ങനെ കറക്റ്റായിട്ട് നിവർത്തി കൊടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മുകൾ വശവും ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കാണല്ലോ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അളവിലാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നെറ്റിൻ്റെ അളവിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെറ്റിൻ്റെ അളവിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ ബാലൻസ് ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പം നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു ബാലൻസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു സൈഡത്തെ സ്ലീവ് അല്ല ചെയ്തെടുത്തിരിക്കുന്നത്, ഇതേപോലെ തന്നെയാണ് അടുത്ത സൈഡിലോട്ടുള്ള സ്ലീവും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടുള്ള സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ടുള്ളത് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല, അതാ ഇങ്ങനെ മടക്കുമ്പോൾ ഇത്രയും കുറച്ച് സൈഡ് കണ്ട അതാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തത്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് നാടയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് മടക്കണത്. നല്ല വശങ്ങൾ തമ്മിൽ ചേർന്ന് വരുന്നത് പോലെ മടക്കിയിട്ട് നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ബാക്കിലൂടെയാണ് ക്ലോത്തിൻ്റെ ബാക്കിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിവർത്തണ സമയത്ത് നല്ല വശം ഫ്രണ്ടിലോട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ക്ലോത്തിൻ്റെ ബാക്കിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലോത്തിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും.
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇടയ്ക്ക് ഓരോ കട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കോല് പോലെ എന്തെങ്കിലും എടുത്തിട്ട് അത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ ഈ നാടനെ ഇങ്ങനെ ആക്കി കൊടുക്കുക, കയറ്റി കൊടുക്കുക. എന്നിട്ട് മറ്റേ മോനെ ഭാഗമൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കുക, കോല് കൊണ്ട് തന്നെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നാട സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നാട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നാടയും വെച്ച് കൊടുക്കണം. അപ്പം സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് ഫ്രണ്ടിലോട്ടല്ലേ എന്ന് നോക്കണം. അങ്ങനെ ഫ്രണ്ടിലോട്ടാണോ എന്ന് നോക്കിയിട്ട് പിന്നെ സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റാക്കി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കുഴിച്ച് കട്ട് ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലാണ് രണ്ട് സ്ലീവിൻ്റെയും കറക്റ്റായിട്ട് വരുള്ളൂ. കുഴിച്ച് കട്ട് ചെയ്യണത് നമ്മൾ ഫ്രണ്ടിലോട്ടല്ലേ എന്ന് നോക്കണം ആദ്യം തന്നെ. അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിലോട്ട് കറക്റ്റായിട്ട് വരണം. അങ്ങനെ വെക്കുക, സെൻറ്റർ കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും സ്ലീവ് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു സൈഡ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, എന്നാലാണ് നന്നായിട്ടൊരു ഉറപ്പുണ്ടാവുള്ളൂ, നല്ലൊരു ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡബിൾ സ്റ്റിച്ച് എല്ലാം ഒന്നും കാണിക്കണില്ല, ഞാൻ കറക്റ്റ് ഓരോ സ്റ്റിച്ച് കാണിക്കുള്ളൂ. എല്ലാം ഡബിൾ സ്റ്റിച്ച് കാണിച്ച വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡത്തെയും സ്ലീവ് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറച്ചും കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് 5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടത്, അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 1 ഇഞ്ചിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചോട് കൂട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക്, ഏറ്റവും താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും എൻഡില്ലേ അവിടെ നമുക്ക് സ്കേർട്ട് ചെയ്യണമല്ലോ, സ്കേർട്ട് ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് അവിടെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് താഴത്തെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഈ നാട വെച്ച് കൊടുക്കാനായിട്ട്. താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് അവിടെ വിടണം. അങ്ങനെ വിട്ടിട്ട് നമ്മൾ ഉള്ളിലൂടെ നാട വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ എന്നിട്ട് മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ മാർക്ക് ചെയ്ത് ആ പോയിന്റുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യണത്. നാടതായി ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് താഴത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം നമ്മൾ നാട വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം തയ്യൽ അറിയാത്തവർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവാനാണ് ഞാൻ നന്നായിട്ട് പറയണത്. അപ്പം അറിയണവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ ബോറടിക്കും. അറിയാത്തവർക്കൊന്നും മനസ്സിലാവാനായിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്യുക പറഞ്ഞാൽ മുകളിലോട്ടുള്ളത് യോക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അളവെടുക്കണം, ഈ യോക്കിൻ്റെ അളവെടുക്കുക. അപ്പോൾ ഇത് വൺ സൈഡ് വന്നിട്ട് ഫുള്ളായിട്ട് 17 ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ടിലേക്കുള്ളത് ഫ്രിൽസ് ഇട്ടെടുക്കുമല്ലോ, അതും 17 തന്നെ ആയിരിക്കണം. അതുവരെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വിടുക. 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ആദ്യം വിട്ടിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലൊരു കോല എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്കേർട്ടിന് തന്നെ ആയിട്ട് 2 മീറ്റർ ക്ലോത്ത് ഉണ്ടാവും.
2 മീറ്റർ കൂടുതൽ, 2 മീറ്റർ ക്ലോത്ത് ഉണ്ടാവും. നമുക്ക് ടോട്ടലി 3 മീറ്ററാണ് ക്ലോത്ത് ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 1 മീറ്റർ ഒന്നും വേണ്ട യോക്കിനും സ്ലീവിനും ബട്ടർഫ്ലൈക്കും എല്ലാത്തിനും കൂടി 1 മീറ്ററിൻ്റെ അടുത്താണ് വന്നത്. ബാക്കി 2 മീറ്ററോളം നമുക്ക് സ്കേർട്ടിന് തന്നെ ക്ലോത്ത് ഉണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ക്ലോത്ത് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അടുപ്പിച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്ലോത്ത് കുറച്ചുള്ളെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഫ്രിൽസ് ഇട്ടുക. നന്നായിട്ട് അടുപ്പിച്ചൊന്നും കൊടുക്കണ്ട. ഇത് നന്നായി അടുപ്പിച്ച് ഫ്രിൽസ് ഒരു ഫ്രില്ലിട്ടിട്ട് ഒരു ഫ്രില്ലിൽ കുറച്ചുകൂടി അതിനുള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുത്ത പോലെ അടുപ്പിച്ച് ഫ്രിൽസ് ഇട്ടെടുക്കുക. അത്യാവശ്യം ക്ലോത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ട് അടുപ്പിച്ച് തന്നെ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം, എത്രയുണ്ട് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 23ഓളം വരുന്നുണ്ട്. അപ്പം നമുക്കൊരു 17 വേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. ക്ലോത്ത് ഇങ്ങനെ നന്നായി ചുരുക്കി കൊടുക്കുക, നന്നായിട്ട് കൊടുക്കുക. മറ്റേ ഈ ഫ്രിൽസ് ഒന്നിനു മുകളിലോട്ട് കയറ്റി കൊടുക്കരുത്, നന്നായിട്ട് തിക്കാക്കി കൊടുക്കുക. ഈ ക്ലോത്ത് ഒന്ന് തിക്കാക്കി കൊടുക്കുക, അല്ലാണ്ട് ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് ഫ്രിൽസ് ഇട്ട പോലെ ഫ്രിൽസ് ആക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ഇട്ടെടുത്തില്ല, അതുപോലെ ഫ്രിൽസ് ഇട്ടെടുക്കണ്ട. ഒന്ന് ഈ ക്ലോത്ത് ഇങ്ങനെ കട്ടിക്ക് തിക്കി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ തിക്കിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാണ്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഞൊറിവിട്ട് കൊടുക്കരുത്. ഞൊറിവിട്ട് കൊടുക്കണ്ട. ഇതിങ്ങനെ ഇപ്പം നമ്മൾ ഞൊറിവിട്ടെടുത്തതിനെ തന്നെ ഒന്ന് അടുപ്പിച്ച് വെക്കുക. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് തിക്കിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കണ്ട, ഞൊറിവിട്ടെടുക്കണ്ട. നന്നായിട്ടൊന്ന് നല്ല തിക്കിലാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രിൽസ് ഇട്ടെടുക്കാൻ പറ്റില്ല, ഫ്രിൽസ് ഇട്ടെടുത്താൽ അത് ശരിയാവില്ല. അങ്ങനെ തിക്കാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അപ്പോൾ കറക്റ്റ് ആവും. എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് നോക്കാം. ഇപ്പം നമ്മൾ തിക്കാക്കി എടുത്തില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി ഇതൊന്ന് അളന്ന് നോക്കാം. ഇപ്പം ഏകദേശം 17 ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡിലേക്കുള്ളതും ചെയ്യണം. ഫ്രണ്ടിലേക്കുള്ളതും ചെയ്തെടുക്കണം, ബാക്കിലേക്കുള്ളതും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടും നെറ്റിൽ നമ്മൾ ഫ്രിൽസ് ഇട്ടെടുത്തു. അതേപോലെ നമുക്ക് ലൈനിങ്ങിൽ ഫ്രിൽസ് ഇട്ടെടുക്കണം. ലൈനിങ്ങിൽ നന്നായിട്ട് തിക്കിൽ ഫ്രിൽസ് ഇടണ്ട. കാരണം ലൈനിങ് നമ്മൾ ടോട്ടൽ 2 മീറ്റർ എടുത്തത്. അപ്പോൾ അതിൽ 1 മീറ്ററിൻ്റെ അടുത്ത്, 1 മീറ്ററൊന്നും ആവില്ല. യോക്കിനും സ്ലീവിനും ബട്ടർഫ്ലൈക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ബാലൻസ് ഇതിൽ 1 മീറ്ററിൻ്റെ അടുത്ത്, 1 മീറ്റർ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഫ്രിൽസ് ഇട്ടാൽ മതി. നമ്മൾ നെറ്റ് ക്ലോത്ത് പോലെ നല്ലോണം കൂടുതൽ ക്ലോത്ത് ഇതിലില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഞൊറിവിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ഏകദേശം 17. യോക്കിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ എടുത്തില്ലേ, ആ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പോലെ എല്ലാം ഫ്രിൽസ് ഇട്ട് കറക്റ്റാക്കി 17 ആവുന്നത് വരെ നമ്മൾ ഫ്രിൽസ് ഇട്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ നല്ല വശത്തോട്ട് ഈ നെറ്റ് ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് ചേർത്ത് വയ്ക്കുക. നല്ല വശം, രണ്ടിൻ്റെയും നല്ല വശം, നെറ്റ് ക്ലോത്തിൻ്റെയും ഫ്രണ്ട് വശം നമ്മുടെ ഫ്രണ്ടിലോട്ട്, അതേപോലെ ലൈനിങ്ങിൻ്റെയും നല്ല വശം നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്നത് പോലെ വെച്ചിട്ട് വേണം രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ നെറ്റിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് ഒരു 1/4 ഇഞ്ചിനാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു 3/4 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മെയിൻ ക്ലോത്തിനേക്കാളും ഇറക്കം കുറഞ്ഞിരിക്കണം ലൈനിങ്. ഇപ്പം നന്നായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് അതിൻ്റെ അടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമ്മൾ ലൈനിങ്ങും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ മെയിൻ ക്ലോത്തും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിനേക്കാളും കുറച്ച് കുറവായിരിക്കണം ലൈനിങ് നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യാം. സ്കേർട്ടും യോക്കും കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആ രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട്
നമുക്ക് ആദ്യം ഒരു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും കറക്റ്റ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. സെൻറ്റർ കറക്റ്റാക്കി വയ്ക്കുക. രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റാക്കുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു വശത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഒരു വശത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അതുപോലെ നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ആ ഞൊറിവ് ഇട്ടിട്ടില്ലേ, ആ തയ്യൽ കൂടെ അതിനേക്കാളും ആ തയ്യലിൻ്റെ ഒപ്പം ചെയ്യണം. ആ തയ്യലിൽ ഇപ്പം നമ്മൾ ഈ ഞൊറിവിട്ട തയ്യലില്ലേ, അതിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. കയറിപ്പോകരുത്. കയറിപ്പോയാൽ നമ്മൾ നിവർത്തിയിട്ട് മറിച്ച് കൊടുക്കുന്ന സമയത്ത് ആ തുന്നിയത് ആ തയ്യൽ കാണും. അതുകൊണ്ട് കറക്റ്റ് ഒരു അര ഇഞ്ചിൽ നമ്മൾ ഇപ്പം ഇതിൽ ഞൊറിവിട്ടില്ലേ, ആ ഞൊറിവിൻ്റെ താഴത്ത് കൂടെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ കുറച്ച് താഴത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു വശത്തോട്ട് ചെയ്തു, പിന്നെ മറിച്ചിട്ട് ഇപ്പുറത്തെ വശത്തോട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ബാക്ക് സൈഡും ചെയ്തെടുക്കണം. സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വശത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ബാക്ക് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തു. ആദ്യം സെൻറ്റർ കറക്റ്റാക്കുക, എന്നിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്കേർട്ടും യോക്കും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം യോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഇനി നമുക്ക് സ്കേർട്ടും കൂടി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇതേപോലെ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെറ്റ് ക്ലോത്തും ലൈനിങ് ക്ലോത്തും രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട, രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇവിടെ എത്തില്ലേ, ഈ വേസ്റ്റ് ലെങ്ത്, ഈ ഹിപ്പിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോത്ത്, നെറ്റിൻ്റെ ക്ലോത്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. നെറ്റ് രണ്ട് ക്ലോത്തില്ലേ, നെറ്റ് ബാക്കും ഫ്രണ്ടും നെറ്റ് മാത്രമായിട്ട് എടുക്കുക. നെറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നെറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നിങ്ങളൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാവിടെയും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ നെറ്റ് ക്ലോത്ത് മാത്രമായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശവും ഹിപ്പിൻ്റെ അവിടെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. എല്ലാം കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എല്ലാം ഒരുമിച്ച് അവിടം വരെ ഈ ഹിപ്പിൻ്റെ അവിടം വരെ എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ നെറ്റ് ക്ലോത്ത് മാത്രം സെപ്പറേറ്റ് ആക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ താഴത്തോട്ട് വരുമ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് മാത്രം എടുക്കുക. നെറ്റിൻ്റെ ക്ലോത്ത് മാത്രം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ അത്യാവശ്യം സ്കിപ്പ് ചെയ്യാൻ പറ്റണതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പോൾ ഞാൻ പറ്റണത് ഒരുവിധമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇപ്പം ചിലർക്കൊക്കെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരുവിധമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും അങ്ങനെ കാണിക്കണില്ല. ഒരുവിധമുള്ളതൊക്കെ ഒരു സൈഡ് കാണിച്ചാൽ ഞാൻ അപ്പുറത്തെ സൈഡ് കാണിക്കണില്ല. ചിലതൊക്കെ രണ്ട് സൈഡും കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻ ക്ലോത്ത്, നെറ്റ് ക്ലോത്ത് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ. ഇനി നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് ഞാൻ താഴത്തുനിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോണത്. അപ്പോൾ താഴ്ഭാഗം കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതേപോലെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലൈനിങ്ങും അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പം നമ്മൾ ഒരു സൈഡത്തെ സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലെയും ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇപ്പുറത്തെ സൈഡിലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ താഴത്തുനിന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്താലും താഴത്തുനിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. കറക്റ്റ് ലെവലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. പിന്നെ നമ്മൾ ഫ്രോക്കിൽ ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ചെയ്യണ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.